ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ചൂടും നോമ്പൊക്കെ ആയിട്ട് ക്ഷീണിച്ചിരിക്കുമായിരിക്കുമല്ലേ? അപ്പോൾ ഇതാ ക്ഷീണം മാറ്റാനായിട്ട് ഒരു കിടുക്കൻ സാധനവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? ഇത് ഷമാം. അപ്പോൾ മസ്ക്മെലൺ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങളിവിടെ ഷമാം എന്നാണ് പറയല്. അപ്പോൾ ഈ സാധനം വെച്ചിട്ട് നല്ലൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊരു വലിയ ഷമാമാണ്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുഴുവൻ എടുക്കുന്നില്ല, ഇതിൻ്റെ പാതിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പാതി ഇങ്ങനെ മുറിച്ചെടുക്കുവാണ്. പിന്നെ ഇതിൻ്റെ അകം കാണാൻ നമ്മളുടെ പപ്പായയുടെ ഒക്കെ അകംവശം പോലെയാണ്, കുരുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുരുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കുരുകളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ പുറം വശത്തുള്ള തൊലിയും കളഞ്ഞിട്ട് വേണം നമ്മളിത് ജ്യൂസ് അടിക്കാൻ. അപ്പം ഞാനിതിൽ ഒന്നേ എടുക്കുന്നുള്ളൂ, നമുക്ക് ഒന്നിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് ഒരു 2 പീസാക്കിയിട്ടുണ്ട്. നമ്മളുടെ നേരത്തെ ഉള്ള ഒരു പീസിൽ നിന്ന് 2 പീസാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകംവശത്തുള്ള കുരുകളൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കുറച്ചുകൂടി വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്യുമ്പോൾ വളരെ കുഞ്ഞു കുഞ്ഞു പീസാക്കണമെന്ന് നിർബന്ധമില്ല. കുറച്ച് വലിയ പീസുകളായാലും അതങ്ങ് ജ്യൂസിലൂടെ അടിഞ്ഞു പോയിക്കോളും. കാരണം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പഴുപ്പ് കൂടിയതാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല പഴുത്തത് വാങ്ങാൻ ശ്രദ്ധിക്കുക. പഴുത്തതാകുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ജ്യൂസിലേക്ക് അധികം ഒന്നും പഞ്ചസാര ഉപയോഗിക്കേണ്ടി വരില്ല. ഷമാമിൻ്റെ ഫ്ലേവറൊക്കെ നല്ല അടിപൊളി ഫ്ലേവറാണ്. ബട്ടർ ജ്യൂസിൻ്റെ ഒക്കെ പോലെ ഒരു വെറൈറ്റി ഫ്ലേവറാണ്. പക്ഷേ ഇതൊക്കെ നിൽക്കട്ടെ, നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? ഈ ഷമാമ ജ്യൂസ് അടിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഇത് കയ്പ്പ് വരും. അപ്പോൾ എന്ത് ചെയ്യണം? അടിച്ച് ഉടനെ തന്നെ നമ്മൾ കുടിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ കയ്പ്പ് വന്നു പോകും. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പെട്ടെന്ന് ജ്യൂസ് അടിക്കണം. ജ്യൂസ് അടിച്ച് ഉടനെ തന്നെ കുടിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ട്. ആ മിക്സിയിലേക്ക് ഞാൻ എൻ്റെ ഷമാമ ഇട്ട് വെക്കുകയാണ്. ഇങ്ങനെ ഇട്ട് വെച്ച് പാലും ഇട്ട് വെച്ചിട്ട് കഴിക്കൊന്നുമില്ല, ഇത് അടിച്ച ഉടനെ തന്നെ കുടിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ആവശ്യത്തിന് കുറച്ച് കൂടുതൽ പാൽ ഉപയോഗിക്കും, ഒരല്പം വെള്ളം മാത്രമാണ് ഞാനതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പാലൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ എൻ്റെ പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള ഷമാമയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇത്ര പഞ്ചസാര ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ഞാനിതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ കിടുക്കൻ ഷമാമ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുപ്പ് വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് ഐസ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു പീച്ച് കളറാണ്. ഇതിൻ്റെ കളർ പോലെ തന്നെ ഇതൊരു വെറൈറ്റി ഫ്ലേവറാണ്. അപ്പോൾ നോമ്പ് കാലത്ത് ഒരു വെറൈറ്റി ഫ്ലേവർ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഷമാമ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നത് വരെ ശുഭദിനം.